ഹായ്! എസിൻ്റെ റൈറ്റിംഗ് സെറിമണിയാണ് ഇന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടൂരോട്ട് വന്നിട്ടുണ്ട്. ഫാമിലി എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. എന്നെ കണ്ടതും എസിൻ ചാടി ഇറങ്ങി പള്ളിയുടെ വെളിയിലോട്ട് വന്നേ. ഇപ്പോൾ ആൾ നല്ല ചിൽ മൂഡായിട്ടിരിക്കുകയാണ്. നല്ല ജിൽജിലായിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആളുടെ മുഖഭാവമൊക്കെ മാറുന്ന കാണാം. അപ്പോൾ അത് കാണാനായിട്ട് വീഡിയോ ഫുൾ കാണണേ. ഇന്ന് ആ പള്ളിയിലെ സൺഡേ സ്കൂൾ കുട്ടികളുടെ പ്രവേശനോത്സവവും പള്ളിയുടെ കൊടിയേറ്റവും ഒക്കെ ഇന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എസിൻ്റെ എഴുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഓടി നടക്കുന്നതാണ് കാണുന്നത്. രാവിലെ എണീറ്റുകൊണ്ട് തന്നെ ആശാട്ടിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കൊടിയേറ്റിന് വേണ്ടിയിട്ട് ആളുകളെല്ലാം നിരന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ തിരുമേനിയാണ് കൊടി ഉയർത്തുന്നത്. അപ്പോൾ എസിൻ്റെ റൈറ്റിംഗ് സെറമണിയും കൊടിയേറ്റും സൺഡേ സ്കൂളിൻ്റെ പ്രവേശനോത്സവവും ഒക്കെ കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എസിൻ്റെ റൈറ്റിംഗ് സെറമണിക്ക് ശേഷം അവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ വെൽക്കം ഗിഫ്റ്റ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെന്നും ഒരു ചെറിയ നോട്ട് പോലെ ഒരു സാധനമാണ്. അപ്പം വിവിധ വിജ്ഞാനമെല്ലാം പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവാനുഗ്രഹം ലഭിച്ച് ഇവിടെ വളർത്തുകയും വളർത്തുകയും ചെയ്യും. നമ്മളെ തല വെച്ചത് പ്രാർത്ഥിക്കാം. ബാ നമുക്ക് വേണ്ട അക്ഷരം എഴുതണം. വിളിക്കുകയാണല്ലോ. നല്ല ഭക്തിയായ കുട്ടിയാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അക്ഷരം എഴുതാം. ഞാൻ തന്നെ സർവ്വത്തിലെ ജ്ഞാനമാകും. അപ്പോൾ എസിൻ്റെ റൈറ്റിംഗ് സെറമണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എസിന് ആദ്യമൊക്കെ കാം ആൻഡ് ക്വയറ്റായിട്ട് നല്ല ഗുഡ് ഗേൾ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി കാണാം എസിൻ്റെ പോരാട്ടമൊക്കെ. ആൾ താണ്ട് വീക്ഷിക്കുകയാണ് ഇനി എന്താണ് അടുത്ത പരിപാടി. നീ ഡോക്ടറാകുമ്പോ ഇതെടുത്ത് അവർ കാണിക്കും. ഇതിന്റെ ഫോട്ടോ കാണുമ്പോ കുരിശ് വരയ്ക്കുന്ന യേശു സർവനാമത്തിന്റെ മുകളിലായ യേശു. ഇനിഞ്ഞുണ്ടോ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ശരിയാന, ഗ്രീക്ക്, ജർമ്മൻ, ഇറ്റാലിയൻ എല്ലാം വേണം നമുക്ക്. ആദ്യത്തെ അക്ഷരം ആ. പറഞ്ഞ പോലെ ആ പുതിയൊരു ഭാഷ. കാണിച്ചേ, വാ കാണിച്ചേ, നാക്ക് കാണിച്ചേ. ഇത്രയും അനുസരണമുള്ള കുഞ്ഞാണോ കരയുന്നത്? പാവങ്ങൾ പേടിച്ചു പോയി. പ്രാർത്ഥിക്കാം. അയ്യോ, ഇത്രയും ഒക്കെ അറിയാവുന്നതാണ്. അപ്പൊ എല്ലാം ദൈവീയാനുഗ്രഹങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ പെന്നും ആ നോട്ടും തിരുമേനിക്ക് നമ്മൾ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ടാണ് നമ്മളത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വീഡിയോ ആക്കാൻ പറ്റിയില്ല. എന്നാലും അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. അപ്പോൾ ആദ്യം കണ്ട എസിനല്ലായിരുന്നു. നല്ല നിലവിളിയും നല്ല ബഹളവും ഒക്കെ ആയിരുന്നു. അവളെ ഒന്ന് ശാന്തയാക്കാൻ ഞങ്ങൾ കുറേ പാടുപെട്ടു.
അപ്പോൾ ആദ്യാക്ഷരമൊക്കെ കുറിച്ചിട്ട് എസ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ താരം. അപ്പോൾ ഇപ്പോഴും പുള്ളിക്കാരി അങ്ങോട്ട് നോർമലായിട്ടില്ല, കരച്ചിലിൻ്റെ ഹാങ് ഓവറിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവളെ നമ്മളൊന്ന് നേരെയാക്കാൻ കുറേ പാടുപെട്ടു. അപ്പോൾ എസിന് ആരാണെന്ന് ചോദിച്ചാൽ എസിന് എൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അവരാണ് അത് രണ്ടും. അപ്പം നീ ഏതാ എന്നുള്ള കമൻസൊക്കെ നിരോധിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും നമുക്ക് കുറച്ച് പിക്സൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എസിനെയും എസിൻ്റെ അമ്മയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ ഈ ഫ്രെയിമിൽ നിൽക്കുന്ന ഈ 3 പേരും, ഇത് ഒന്ന് എൻ്റെ അമ്മ, ഒന്ന് എൻ്റെ ചേച്ചി, ഒന്ന് എൻ്റെ നീസുമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം, എങ്ങനെയാണ് എന്തൊക്കെയെന്ന്. എന്റെ കുഞ്ഞിന്റെ എഴുത്തായിരുന്നു, എല്ലാവരും വന്ന് സഹകരിച്ചു. പ്രതീക്ഷിച്ചതിലും സൂപ്പറായിട്ട് എഴുതി. അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. നല്ല എത്ര മണിക്ക് എണ്ണീറ്റ്? എത്ര മണിക്ക് എണ്ണീറ്റ്? 9 മണിയായപ്പോ കഴിഞ്ഞു. ഞാൻ 6 മണിക്ക് എണീറ്റ് ഒരു 6ക്ക് 9 മണിയായപ്പോ തിരുമേനി നല്ല സ്പീഡോടെ എല്ലാം അങ്ങ് തീർത്തു. അടിപൊളിയായിരുന്നു. ഏത് തിരുമേനിയായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ ബർണബാസ് തിരുമേനിയായിരുന്നു. എസും ഭയങ്കര കരച്ചിലായിരുന്നു കണ്ടല്ലോ. ഭയങ്കര കാഴ്ചയിലായിരുന്നു. നമ്മളെ സാധാരണ കൂളായിട്ടിരിക്കുന്ന എസിന് ഇന്ന് നല്ല തകം. നല്ല മൂഡൊന്നും അല്ല കേട്ടോ ഗായ്സ്. തിരിച്ചു വന്നിട്ട് നമുക്ക് കുറച്ച് ക്ലിക്സ് എടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ മാതാശ്രീ. അപ്പോൾ മാതാശ്രീ ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഹായ് തന്നു ഗൈസ്. അതെ അതെ, നിങ്ങൾ എപ്പോ വന്നതാ? ജിഷ് ചേച്ചി എപ്പോ വന്നതാ? ഇന്നലെ ഇവിടെ കുറ്റിയടിച്ചിരിക്കുവല്ലേ ചേച്ചിയോ? പിന്നെ ഇവിടെ എന്തിനാ രാവിലെ ഇന്നലെ വന്നത്? ഇന്നലെ വന്നത് എനിക്ക് ഇന്നലെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ റിലേറ്റീവ്സ് ആണ് ഇവരൊക്കെ. അപ്പോൾ അവരോട് നമ്മൾ കുറച്ച് ഫണ്ണായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം പോകണ്ടേ, കാരണം അവിടെ ഫുഡ് റെഡി ആവണ്ടേ. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ താളം ചവിട്ടി നിൽക്കുകയായിരുന്നു. ഓക്കെ ബൈ പറഞ്ഞു. നമ്മൾ അങ്ങനെ ഫോട്ടോ സെക്ഷനിലേക്ക് പോവുകയാണ്. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't എന്താ എന്താ അടുത്തുണ്ടായിരുന്നു? എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാണോ? ഇനി വരുമ്പോ തന്നെ. അപ്പോൾ പിന്നെ എസിന് അങ്ങ് ചില്ലായി ഗൈസ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കുറച്ച് ഫോട്ടോ സെക്ഷൻസാണ് ഈ കാണുന്നത്. ഓസിന് കുറച്ച് ക്ലിക്സൊക്കെ കിട്ടിയാൽ നമ്മൾ അത് വെറുതെ വിടില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങ് നിർബന്ധം പിടിച്ച് കുറച്ച് സിംഗിൾ പിക്സ് എടുപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഫോട്ടോസൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടണമല്ലോ അല്ലേ. അപ്പോൾ ഫോട്ടോസ് ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നാലും നമ്മളവിടെ തൃപ്തിയാക്കിയില്ല, കുറേയും കൂടെ ക്ലിക്സ് എടുപ്പിച്ചു. 1ൽ നിർത്തിയില്ല, 2ൽ നിർത്തിയില്ല, ഒരു 10 എണ്ണം ഒരുമിച്ചങ്ങ് എടുപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് വന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫോട്ടോസ് കിട്ടുമ്പോൾ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മന്തി കഴിക്കാൻ പോയി. അത് ഞാൻ ഷോർട്സിലിടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയി. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.